Oh, fine. Hi. ആട്ടം കണ്ടു, മനോഹരമായിട്ടുള്ള മൂവി, ഭയങ്കര രസമായിട്ടാണ്, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം ഭയങ്കര രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അതിൽ അഭിനയിച്ച എല്ലാവരും, ഒരാളെ പോലും വിട്ടു പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാവരുടെ പേരും അറിയില്ല. ഷാജോൺ ചേട്ടൻ, വിനയ്, പിന്നെ അതിൽ അഭിനയിച്ച നായിക, മറ്റേ എല്ലാ ക്യാരക്ടേഴ്സും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം പറയേണ്ടത്. ഡെഫിനറ്റ്ലി ഡയറക്ടേഴ്സ്, ഒരു ഹോൾ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമ വലിയൊരു വിജയമായിരിക്കും. അപ്പം 5-ാം തീയതി റിലീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പടം കാണും. താങ്ക് യു. അങ്ങനെയല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് നമ്മളറിയാതെ തന്നെ കൈയടിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ തോന്നുന്ന ഒരു സിനിമയാണ്. അത് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഡെഫിനറ്റ്ലി അത് കണ്ടു തന്നെ മനസ്സിലാവും. താങ്ക് യു. അവിടെ വളരെ നല്ലൊരു കോൺസെപ്റ്റാണ്. എല്ലാവരും മസ്റ്റ് വാച്ച് എന്ന് പറയണം. ഇറ്റ്സ് വെരി എല്ലാവരും ഹേമന്യെ കണ്ടിരിക്കുന്നത് വളരെ ഇപ്പം എല്ലാവരുടെയും കണ്ടിറങ്ങി എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കരമായിട്ട് വോണ്ട് ചെയ്യുന്ന വെരി ഗുഡ് സബ്ജക്റ്റ്. ഓരോരുത്തരും ഓരോ കാസ്റ്റും എന്താണ് ഗ്രേറ്റ് ജോബ്. നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. ഓരോ ക്യാരക്ടറും അത് എനിക്ക് ഫീമെയിൽ ലീഡ് ഷി വാസ് ജസ്റ്റ് ലീവിങ്. ആ ജീവിക്കുമായിരുന്നു ആ ഒരു ക്യാരക്ടർ. നല്ല ഗ്രേറ്റ് ജോബ്. ഹാറ്റ്സ് ഓഫ് ദ ടീം. ഭയങ്കര രസമായിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിലുള്ള പല ഫേസ് ആൾക്കാരുടെ പലതരം ആളുകളാണ് നമ്മുടെ സിനിമയിലുള്ളത്. ഒരു വിഷയം വരുമ്പോൾ പല ആൾക്കാരെടുക്കുന്ന പല സ്റ്റാൻഡായിരിക്കും. അതിന് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിൽ പല ആൾക്കാരും പല സ്റ്റാൻഡിലേക്ക് പല വെള്ളത്തിൽ കാലം ഇടാനൊക്കെ നോക്കും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്തൂടെ പറയുന്നുണ്ട്. ആസ് എ വുമൻ ഇതിനകത്ത് ആ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന ഒരു ഇമോഷൻ ശരിക്കും അത് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിന് ശേഷം അത് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിന് മറ്റുള്ളവരുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് കൺവേ ചെയ്തിട്ടുണ്ട്.